നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്കുള്ള ട്രംപിന്റെ രണ്ടാം വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു. അത് കഴിഞ്ഞപ്പം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ നയങ്ങളുടെ ഫലം കണ്ടു തുടങ്ങിയോ? അല്ല എങ്കിൽ ട്രംപിന്റെ തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുമോ? ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യ വിലയിരുത്തലാണ്. അതിൻ്റെ ഫലം അനുഭവിക്കാറായിട്ടില്ല എങ്കിലും ഒരു പ്രൊജക്ഷൻ എന്ന നിലയിൽ ട്രംപ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, പാനമയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, അതുപോലെ ഈ കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, ഇതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അത് തിരിച്ചടിയാകുമോ? പ്രത്യേകിച്ചും പാരീസ് പ്രോട്ടോക്കോളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയത്, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പോലുമുള്ള അമേരിക്കയുടെ പിന്മാറ്റം. അപ്പം ഈ 4 കാര്യങ്ങൾ ഞാനൊന്ന് ഫോക്കസ് ചെയ്യുന്നു. അതിന് അമേരിക്കയ്ക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അമേരിക്കയ്ക്ക് അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? അതോ ട്രംപ് വരച്ചിട്ട വരയിലൂടെ അമേരിക്ക മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുമോ? നമുക്ക് പരിശോധിക്കാം, ഒന്നൊന്നായി പരിശോധിക്കാം. ഒന്ന് പാനമ കനാലിൻ്റെ വിഷയമാണ്. അന്ന് കൊളംബിയയുടെ അധീനതയിലായിരുന്ന പാനമ പ്രദേശത്ത് കൂടി അമേരിക്കയുടെ ചെലവിൽ, അമേരിക്കയുടെ സാങ്കേതിക വിദ്യയോടുകൂടി പണിത മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണ്. 80 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു 32 മുതൽ 50 മീറ്റർ മാത്രം വീതിയുള്ള ഒരു നാരോ കനാൽ. അത് കനാലെന്ന് തന്നെ പറയാം, ഒരു കടലെന്ന് പറയാനോ ഒക്കില്ല. എന്നാൽ അതിൻ്റെ കിഴക്കൻ തുറമുഖം അറ്റ്ലാന്റിക്കിലേക്കും പടിഞ്ഞാറൻ തുറമുഖം പാസഫിക് കടലിലേക്കും തുറക്കുകയാണ്. ചുരുക്കത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പാസഫിക്കിലേക്കും തിരിച്ചും കപ്പലുകൾക്ക് സുഗമമായി ദക്ഷിണ അമേരിക്ക ഭൂഖണ്ഡം ആകമാനം ചുറ്റി വരാതെ എളുപ്പത്തിൽ കിടക്കാവുന്ന പാത. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് പടിഞ്ഞാറൻ തീരത്തേക്ക് ചരക്കെത്തിക്കുന്നതിന് ഏറ്റവും സുഗമമായ കടൽപാത തന്നെയാണ് പാനമ കനാൽ. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഇത് പ്രയോജനകരമാണ്. എന്നാൽ പാനമയുടെ അധീനതയിൽ അതായത് 1977 ഭാഗികമായും 1999 മുതൽ പൂർണ്ണമായും പാനമയുടെ നിയന്ത്രണത്തിലാണ്. അമേരിക്ക അത് വിട്ടുകൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെയെങ്കിൽ തൻ്റെ മുൻഗാമികൾ ചെയ്ത അബദ്ധം, അങ്ങനെ പാനമ കനാൽ വിട്ടുകൊടുത്തത്, പാനമയ്ക്ക് വിട്ടുകൊടുത്തത് ഇപ്പോഴിതാ ഗുലുമാലായിരിക്കുന്നു, പുലിവാലായിരിക്കുന്നു. എന്നാൽ പിന്നെ അതങ്ങോട്ട് തിരിച്ചെടുക്കുക. ഇതാണ് ട്രംപിന്റെ നയം. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെ എന്ന് അദ്ദേഹം പറയുന്നില്ല. സൈനിക നടപടിയിലൂടെ മാത്രമേ മോചിപ്പിക്കാനാവൂ. കാരണം തരാമോ എന്ന് ചോദിച്ചാൽ പാനമ കൊടുക്കില്ല. ഇവിടെ പാനമയ്ക്കൊരു 1000-ഓളം സെമി സൈനിക ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ഒരു റെഗുലർ സൈന്യം പാനമയ്ക്കില്ല. അത് മാത്രമല്ല, ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കയുടെ വിഖ്യാതമായ സൈനിക സംവിധാനങ്ങളോട് ഏറ്റുമുട്ടി നിൽക്കാൻ പാനമയ്ക്ക് ആവില്ല എന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. അപ്പോൾ പിന്നെ പാനമയുടെ പിന്നിൽ ആരാണ്? അത് ചൈനയാണ്, ചൈനയാണ്, ചൈന തന്നെയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷ്യം. ചൈനയുടെ ഭാഗമാണല്ലോ ഇപ്പോൾ ഹോങ്കോങ്. ഹോങ്കോങ്ങിലെ കമ്പനികളാണ് കിഴക്ക് പടിഞ്ഞാറ് തുറമുഖങ്ങൾ, അറ്റ്ലാന്റിക്കിലേക്കും പസഫിക്കിലുമായിട്ട് തുറക്കുന്ന തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഹോങ്കോങ്ങും ചൈനയും തീരുമാനിക്കുകയാണ് ഇനി മുതൽ അമേരിക്കൻ പടക്കപ്പലുകളും ചരക്ക് കപ്പലുകളും അതുവഴി പോകണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയുടെ കാര്യം ഗോവിന്ദ. അങ്ങനെയെങ്കിൽ പ്രതിരോധം ഒരുക്കണമല്ലോ. അത് മാത്രമല്ല, അമേരിക്കൻ പടക്കപ്പലുകൾക്ക് സൗജന്യമായും ചരക്ക് കപ്പലുകൾക്ക് നാമമാത്ര ചുങ്കം ചുമത്തിയും പാനമ കനാലിലൂടെയുള്ള ഗതാഗതം സാധ്യമാകുമെന്നായിരുന്നു ഒറിജിനൽ കരാർ. ആ കരാർ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ വെസൽസിന് മാത്രമല്ല എല്ലാ ലോകരാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഭീമമായ ചുങ്കമാണ് കനാൽ കടക്കുന്നതിന് പാനമ എന്ന രാജ്യം ചുമത്തുന്നത്. ട്രംപിന്റെ ഒരു നയം നമുക്കറിയാമല്ലോ. ലോകത്ത് ഏതെങ്കിലും രാജ്യം ഭീമമായ ചുങ്കം എന്തിനെങ്കിലും ചുമത്തിയാൽ അവിടെ ട്രംപ് ചാടി വീഴും. ചൈനയുടെ ഇന്ത്യയുടെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്തിരി കുഞ്ഞൻ പാനമ ചുമത്തുന്ന ചുങ്കത്തിനെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ നിങ്ങളെ കൊണ്ടത് ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ അതങ്ങ് എടുക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലോകത്തെ സമാനതകളില്ലാത്ത വലിയ സംഘർഷത്തിലേക്ക് അയക്കും, ഉറപ്പാണ്. കാരണം റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എല്ലാ കപ്പലുകളും സമുദ്രങ്ങൾ, കാരണം പാസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ യോജിപ്പിക്കുന്ന ഏക മാർഗം, മറ്റു മാർഗങ്ങളുണ്ട്. ഇങ്ങ് അടിയിൽ അങ്ങ് തെക്ക് ഫോക്ലൻഡ് ദ്വീപൊക്കെ കടന്ന് അതുവഴി അർജന്റീനയുടെ തെക്ക് വഴി ചുറ്റി ബ്രസീൽ, അർജന്റീന, അതൊക്കെ മഹാരാജ്യങ്ങളാണ്. അതെല്ലാം ചുറ്റി കറങ്ങി വരാം. എന്തൊരു പണിയാണ്! അതൊക്കെ എത്രയോ മാസങ്ങളുടെ ഡിലേ ഉണ്ടാകും ചരക്ക് നീക്കത്തിന്. സാധ്യമല്ല. അതുകൊണ്ട്
ട്രംപ് സാഹസത്തിന് മുതിരുകയാണെങ്കിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരുപക്ഷെ നോക്കിയിരിക്കാനാവില്ല. യുദ്ധമുണ്ടായില്ല എങ്കിലും യുദ്ധസമാനമായ കടുത്ത ഉപരോധങ്ങളും കൗണ്ടർ ഉപരോധങ്ങളും വ്യാപാര യുദ്ധം എന്നു വേണ്ട സംഘർഷത്തിന്റെ പരകോടിയിൽ എത്തി നിൽക്കും ലോകം. അമേരിക്ക ഭൂഖണ്ഡത്തിലേക്ക് സംഘർഷം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയായി മാത്രമേ പാനമ കനാലിനെ കുറിച്ചുള്ള കാര്യങ്ങളെ എനിക്ക് കാണാനാവൂ. ഒരുപക്ഷെ പാനമയെ ഒന്ന് പേടിപ്പിച്ച് വിരട്ടി പാനമ ഇനി മുതൽ അമേരിക്കൻ കപ്പലുകൾക്ക് നികുതി കുറയ്ക്കുക അല്ലെങ്കിൽ കുറെയൊക്കെ സൗജന്യം നൽകുക എന്ന നിലപാടിലേക്ക് പാനമയെ എത്തിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുഡോസ്, ഓക്കെ, ഒരുപക്ഷെ അത് നടക്കും. അല്ല എങ്കിൽ തിരിച്ചെടുക്കുക എന്ന വാഗ്ദാനം നടപ്പാവില്ല എന്നാണ് എൻ്റെ ടേക്ക്. രണ്ടാമത്തെ, ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നിൽ ചൈന വിരോധമാണ്. അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന സമയാസമയങ്ങളിൽ ലോകത്ത് പൊട്ടിപ്പുറപ്പെടുന്ന ഈ പാൻഡമിക്, കോവിഡ് പോലെയുള്ള മഹാമാരികൾ, അതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയെന്നൊന്നും നോക്കാതെ അതിന്റെ പ്രഭവത്തിന് കാരണമായ രാജ്യത്തെ കുറ്റപ്പെടുത്താതെ അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഭാരം, വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതുമായ ഭാരം വരുത്തി വെക്കുന്നതിനെ അമേരിക്ക അനുകൂലിക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ശക്തമായി വിശ്വസിക്കുന്നു ചൈനയിലെ വുഹാനിൽ നിന്നാണ് കോവിഡിന് കാരണമായ വൈറസ് കടന്നു വന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ ചൈനയെ ഒരു പാഠം പഠിപ്പിക്കണം. ഇനി ഞങ്ങളുടെ ചെലവിൽ, ലോകാരോഗ്യ സംഘടനയുടെ ചെലവിന്റെ 18%, അത് ഭീമമായ തുകയാണ്, അമേരിക്ക ഒറ്റയ്ക്കാണ് കൊടുക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ബാക്കി 78% കൊടുക്കുന്നത്. അത് ലേറ്റസ്റ്റ് കണക്കാണ്, 2024 കണക്കാണ്. അപ്പോൾ അമേരിക്ക പിൻവാങ്ങിയാൽ ലോകാരോഗ്യ സംഘടനയുടെ നടുപൊടി മറ്റ് രാജ്യങ്ങൾ ഒന്നൊന്നായി പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അവശേഷിക്കുന്ന രാജ്യങ്ങൾക്ക് ഭീമമായ സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ബാക്കിപത്രം. എന്നാൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ലോകത്തെ സാംക്രമിക രോഗങ്ങൾ, എപ്പിഡമിക്സ്, പാൻഡമിക്, ഇതെല്ലാം തന്നെ തടയുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ വലിയ ഇടപെടൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ ക്ഷയരോഗം പോലെ, മലമ്പനി പോലെയുള്ള രോഗങ്ങൾ തടയുന്നതിന് വലിയ തോതിലാണ് വാക്സിനേഷനും പ്രതിരോധ സംവിധാനങ്ങളും ചികിത്സയും എല്ലാം ലോകാരോഗ്യ സംഘടന ഒരുക്കിയിരിക്കുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് നിന്ന് പോവുകയാണെങ്കിൽ നോക്കൂ, അമേരിക്കയിലേക്ക് കുടിയേറി വരുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി പോലും അമേരിക്കയുടെ കൺസേൺ ആണ്. ക്ഷയരോഗം ഉൾപ്പെടെയുള്ള ആളുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ വന്നു പെടുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാവുന്ന ഇൻഡയറക്റ്റ് തിരിച്ചടി ഭീമമാണ്. അതുകൊണ്ട് ലോകാരോഗ്യം അമേരിക്കയുടെ കൂടെ കൺസേൺ ആണ്. അതിപ്പോൾ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നാഗ്രഹിക്കാം. മൂന്നാമത്തെ ഒരു പ്രധാന പിന്മാറ്റം പാരീസ് പ്രോട്ടോക്കോളിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ, ആഗോള താപനം, കാർബൺ എമിഷൻ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ലോകത്തിന്റെ കൂട്ടായ ശ്രമങ്ങളുടെ പ്രതിഫലനമാണല്ലോ പാരീസിൽ വെച്ച് എത്തിച്ചേർന്ന ആ ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ നിന്നും നേരത്തെ ട്രംപ് അമേരിക്കയുടെ ഭാഗമായിരുന്നു, പക്ഷേ ഒബാമയുടെ കാലത്ത് ഭാഗമായിരുന്നു. പക്ഷേ ട്രംപ് 2015 അധികാരത്തിൽ വന്നതിന് ശേഷം ആ കരാറിൽ നിന്നും ട്രംപ് പിന്മാറി കഴിഞ്ഞ പ്രാവശ്യം. അതിനുശേഷം ബൈഡൻ വന്നപ്പോൾ വീണ്ടും ആ കരാറിന്റെ ഭാഗമായി ഇപ്പോഴിതാ വീണ്ടും തിരിച്ചു വരുന്നു. അമേരിക്ക ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താണ്? ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മണ്ണിനടിയിൽ അതിശക്തമായ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് നിക്ഷേപമുണ്ട്. അത് പൂർണ്ണമായി പുറത്തെടുത്താൽ അമേരിക്ക അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പക്ഷേ ഇത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ ഈസ് എ പൊല്യൂട്ടന്റ്. ആഗോള താപനത്തിന് വഴിവെക്കുന്ന ഹൈഡ്രോ കാർബൺ അത് പരമാവധി അങ്ങോട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഇന്ത്യയും ചൈനയുമാണ് കൽക്കരിയും ഹൈഡ്രോ കാർബൺ കാര്യങ്ങളും കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ഗ്രീൻ എനർജിയിലേക്ക് ലോകരാജ്യങ്ങളെല്ലാം തിരിയുകയും അമേരിക്ക ഉൾപ്പെടെ തിരിയുകയും ചെയ്താൽ ചൈനയും ഇന്ത്യയും തുടർന്നും ലോകത്തെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവരങ്ങനെ സുഖിക്കണ്ട, ഞങ്ങളും ലോകത്തെ പൊല്യൂട്ട് ചെയ്യാനായി, അതുവഴി ഞങ്ങൾക്ക് സ്വല്പ സാമ്പത്തിക ലാഭം, നേട്ടം ഉണ്ടാക്കാനായി ഞങ്ങളും ശ്രമിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ് ട്രംപിൽ നിന്നും ഉണ്ടാകുന്നത്. നോക്കൂ, ആഗോള താപനത്തിന് രാജ്യത്തിന്റെ മുഖമില്ല. അത് എവിടെയും സംഭവിക്കാം. നോക്കൂ, കാലിഫോർണിയയിൽ ഇക്കഴിഞ്ഞ ഒരു മാസമായി തുടർന്ന് ഇപ്പോഴും അണയ്ക്കാനാവാതെ ആളിക്കത്തുന്ന കാട്ടുതീ അത് പടരുകയാണ്. അത് വലിയ സ്പീഡിൽ പടരുകയാണ്. പല ഹോളിവുഡ് നടന്മാരുടെയും ഭവനങ്ങൾ അഗ്നിക്കിരയായി. വലിയ പണക്കാരായ അമേരിക്കക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ് അഗ്നിക്കിരയായിരിക്കുന്നത്. ശതകോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ആഗോള താപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന
കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഇതിനെല്ലാം കാരണം. അതിന് അമേരിക്ക ഉൾപ്പെടെ കൂടുതൽ കാർബൺ എമിഷനിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെയും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ട്രംപിന്റെ ട്രംപ് കാർഡ്. അതിലുണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അതിന് ഒഴിവാക്കുകയാണ്. മൊത്തത്തിൽ ട്രംപിന്റെ ആകമാനം പുട്ടിംഗ് എവറിത്തിങ് ഇൻ എ നട്ട്ഷെൽ. ട്രംപിന്റെ ഉദ്ഘാടന പ്രസംഗം ഗംഭീരം, അതിനുശേഷം നടത്തിയ പ്രസംഗങ്ങളും ഗംഭീരം. പക്ഷേ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചിലപ്പോഴെങ്കിലും മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആവില്ലേ ഈ കാര്യങ്ങൾ എന്ന ഒരു സന്ദേഹമുണ്ട്. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമോ, അല്ലെങ്കിൽ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.